വിദ്യാർത്ഥികൾ വായനാശീലം വളർത്തുന്നതിനായി വായനയ്ക്ക് ഗ്രേസ് മാർക്ക് നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഇനി പറയുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷം മുതൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകും. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അനുയോജ്യമായ വായനാ പ്രവർത്തനങ്ങളും 5 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പത്രം വായനയും തുടർ പ്രവർത്തനങ്ങളും നൽകുന്നതിനായി ആഴ്ചയിൽ ഒരു പീരീഡ് മാറ്റിവെക്കും. വായനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി അധ്യാപകർക്ക് പരിശീലനം നൽകുകയും കൈപ്പുസ്തകം തയ്യാറാക്കുകയും ചെയ്യും. കലോത്സവ ഒരിനം കൂടി ഉൾപ്പെടുത്തുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലൈബ്രറികൾ പല സ്ഥലത്തും പൊടിയിലിരിക്കുക, അത് അധ്യാപകർക്ക് ചുമതല കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ലൈബ്രറിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഹയർ സെക്കൻഡറി പാഠപുസ്തക പരിഷ്കരണം 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ച് നിങ്ങൾക്കറിയാം. 16 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് 3,80,00,000 പാഠപുസ്തകം ഒരു തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാതെ പാഠപുസ്തകം പരിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും ഒരു ആത്മവിശ്വാസം തരുന്ന കാര്യമാണ്. ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ 79 പാഠപുസ്തകങ്ങളാണ് പരിഷ്കരിക്കുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ പുസ്തകങ്ങൾ ലഭ്യമാകും. ഈ CBSEയുടെ ഒരു വാർത്ത പത്രത്തിൽ കണ്ട് ഓപ്പൺ ബുക്ക് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതെന്തായാലും ഇപ്പോൾ തൽക്കാലം കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. അത്തരം സംബന്ധിച്ചിടത്തോളം പുതിയ പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ സമസ്ത വിഭാഗം ജനങ്ങളോടും അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരോടും എല്ലാം ചർച്ച ചെയ്ത് മാത്രമേ നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിയുള്ളൂ. പാഠപുസ്തകങ്ങളിലെ ഭാരം കുറയ്ക്കും. ഈ പല സ്കൂളുകളിൽ ചെല്ലുമ്പോൾ ഒരു 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കൊച്ചു മക്കളെന്ന് പറയുന്നത്, അങ്കിൾ ഇത് പാഠപുസ്തകം ഞങ്ങളെ തോളിലിട്ടുകൊണ്ട് പോകാൻ വേണ്ടി 4 നില കയറാൻ വേണ്ടി പ്രയാസമാണ്. തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ദേഹം മുഴുവൻ വേദനയാണ്, പഠിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ലിഫ്റ്റ് വേണം, ഞങ്ങൾ നടന്ന് കയറിക്കോളാം, പക്ഷേ ഞങ്ങൾ പാഠപുസ്തകം ലിഫ്റ്റിൽ ഉയർത്തി ലോഡ് ചെയ്ത് മുകളിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് എനിക്കത് ശരിയാണെന്ന് തോന്നി. അപ്പോൾ പുതിയ കെട്ടുന്ന ഘട്ടങ്ങൾക്കൊക്കെ ലിഫ്റ്റ് വയ്ക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, പഠനം ഒരു ഭാരമാകാതെ സന്തോഷകരമായ അനുഭവമാക്കി മാറ്റുന്നതാണ് നമ്മുടെ ശ്രമം. പാഠപുസ്തകങ്ങളുടെയും നോട്ട് ബുക്കുകളുടെയും ഭാരം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഈ വിഷയത്തിൽ എല്ലാവരുടെയുമായിട്ടും അഭിപ്രായം തേടും.